പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ന്യൂ മോഡൽ ഇങ്ക് ടാങ്ക് ആൾ ഇൻ വൺ പ്രിന്ററായ കനോൺ പിക്സിമ G3020 എന്ന പ്രിന്ററിൽ എങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. കനോണിന്റെ G3020 എന്ന പ്രിന്റർ ഒരു ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് പ്രിന്ററാണ്. അതായത് നിങ്ങൾക്ക് ഇതിൽ പ്രിന്റിങ് മാത്രമല്ല സ്കാനിങ്ങും ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനും, ഫോട്ടോസ്റ്റാറ്റ് മീൻസ് സിറോക്സ് എടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കാണുന്നത് ഇതാണ് സ്കാനർ യൂണിറ്റ് വരുന്നത്. കണ്ടില്ലേ, ഞാനിവിടെ ജസ്റ്റ് ഡോക്യുമെന്റ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സ്കാനിങ് അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ഡോക്യുമെന്റ് ഈ ഒരു കോർണറിലേക്ക് ഇവിടെ ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു കോർണറിലേക്ക് അടുപ്പിച്ചാണ് നമ്മൾ ഡോക്യുമെന്റ് വെക്കേണ്ടത്. ജസ്റ്റ് തലേ തിരിച്ച് ഇതേപോലെ ഡോക്യുമെന്റ് ആ കോർണറിലേക്ക് അടുപ്പിച്ച് വെക്കുക. കാരണം എന്താ വെച്ചാൽ ഇവിടെ A4ന്റെ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ A4 മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഇവിടെ ലെങ്ത് ആയിട്ട് A4ന്റെ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തോട്ട് വന്ന ആ ഭാഗം സ്കാനിങ് അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോൾ ആ ഭാഗം കട്ടായി പോകുന്നതാണ്. കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഈ ഡോർ ക്ലോസ് ചെയ്യണം. ശേഷം നമുക്കിവിടെ കോപ്പി മോഡിലായിരിക്കണം പ്രിന്റർ, ഇല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ കാണുന്ന ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി കോപ്പി മോഡിലോട്ട് പോകുന്നതാണ്. കണ്ടില്ല, ഇവിടെ കോപ്പി മോഡ് പോകുന്നുണ്ട്. ഈ ലെഫ്റ്റിക്കോ റൈറ്റിക്കോ ആരോ മാർക്ക് നിങ്ങൾക്ക് നമ്പർ ഓഫ് കോപ്പീസ് എത്ര എണ്ണം ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ താഴെ കാണുന്ന സ്റ്റാർട്ട് എന്ന ഓപ്ഷനിൽ ബ്ലാക്കും കളറും എന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കേണ്ട ഡോക്യുമെന്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും വരിക. കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കേണ്ട ഡോക്യുമെന്റ് കളർ ഡോക്യുമെന്റ് ആണ്. അത് കളർ ഫോട്ടോസ്റ്റാറ്റ് ആയിട്ട് തന്നെയാണ് പ്രിന്റ് ചെയ്ത് വരിക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ബ്ലാക്കിൻ്റെ ബട്ടണാണ് പ്രസ് ചെയ്തത്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട്. കണ്ടില്ലേ, പേപ്പർ മുഴുവനായി പ്രിന്റ് ചെയ്തതിന് ശേഷം മാത്രമേ, പുറത്ത് വന്നതിന് ശേഷം മാത്രമേ ഇതേപോലെ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ കോപ്പിയും കാണിച്ചുതരാം. നമ്മളിപ്പോൾ ഫോട്ടോ കോപ്പി എടുത്ത കോപ്പി അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.